നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 2 തിങ്കളാഴ്ചയാണ്. അങ്ങനെ പുതിയൊരു മാസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ മാസം എല്ലാവരുടെയും പോർട്ട്ഫോളിയോ ഗ്രീനിലാവട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ആദ്യം വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത മാർക്കറ്റുകളിലേക്ക് വന്നാൽ നിഫ്റ്റി വെള്ളിയാഴ്ച നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്, പക്ഷേ ബാങ്ക് നിഫ്റ്റി പോസിറ്റീവിൽ തന്നെയായിരുന്നു. ഇനി വെള്ളിയാഴ്ച US മാർക്കറ്റുകൾ മിക്സഡ് ആയിരുന്നു. കൂടാതെ കഴിഞ്ഞ മാസം US മാർക്കറ്റുകൾക്ക് വളരെ നല്ല നേട്ടമുണ്ടായ ഒരു മാസം തന്നെയായിരുന്നു. S&P 500 ഏകദേശം 6% ഉയർന്നത്. 2023 നവംബറിന് ശേഷമുള്ള ഒരു ബെസ്റ്റ് മന്ത്ലി പെർഫോമൻസ് ആയിട്ടാണ് S&P 500 നമുക്ക് കാണാൻ കഴിയുന്നത്. നാസ്ഡാക്ക് ഏകദേശം 9% മെയ് മാസത്തിൽ ഉയർന്നത്. ഡൗ ജോൺസ് 4% ഉയർന്നു. ഇപ്പോഴത്തെ മാർക്കറ്റുകളുടെ ഒരു സിറ്റുവേഷനെ കുറിച്ച് അനലിസ്റ്റുകൾ പറയുന്നത്, മോർഗൻ സ്റ്റാൻലി ക്രിസ് ടോമി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുന്നത്, മെയ് മാസത്തിൽ ഉണ്ടായ ആ ഒരു മാർക്കറ്റ് മൊമെൻറ്റം ഇനിയും തുടരും എന്ന് തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച US വിപണിയെ സംബന്ധിച്ച് കോടതിയുടെ ധാരാളം വിധികൾ വന്ന ഒരാഴ്ചയായിരുന്നു. പ്രത്യേകിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ താരിഫ് തീരുമാനങ്ങളെ സംബന്ധിച്ച് ചില വിധികൾ അവിടെ നിന്നും വരികയുണ്ടായി. മിക്ക താരിഫുകളും നിയമവിരുദ്ധമാണെന്ന് വ്യാപാര കോടതി പറയുകയുണ്ടായി. പക്ഷേ അതിനടുത്ത ദിവസം തന്നെ ആ വിധിക്ക് ഒരു സ്റ്റേയും ലഭിക്കുകയുണ്ടായി. ഇപ്പോഴത്തെ ഈ കോടതിയുടെ കേസ് നിലനിൽക്കുന്നുണ്ടെങ്കിലും ട്രംപിൻ്റെ ഉന്നത സാമ്പത്തിക ഉദ്യോഗസ്ഥർ ഇപ്പോഴും തീരുവകളെ പിന്തുണയ്ക്കുകയാണ്. താരിഫുകൾ ഒഴിവാക്കാനാവില്ല എന്ന് വാണിജ്യ സെക്രട്ടറി ഹോർവേർഡ് ലുട്നിക് ഫോക്സ് ന്യൂസിൽ പറയുകയുണ്ടായി. ഇനി ഈ ആഴ്ച ഒരുപാട് റിപ്പോർട്ടുകൾ അവിടെ നിന്നും വരാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതായി കാണാൻ കഴിയുന്ന നോൺ ഫാം പേറോൾ റിപ്പോർട്ട് ഈ വെള്ളിയാഴ്ച പുറത്തു വരുന്നുണ്ട്. ഇനിയിപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US ഫ്യൂച്ചേഴ്സ് ഇടിവിലാണ്. S&P 500 0.42% ഇടിവിലും ഡൗ ജോൺസ് 0.37% ഇടിവിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം, ഇൻഫോസിസ് 1.46% ഇടിവിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത്. വിപ്രോ 0.35% ഇടിവിലും, ICICI ബാങ്ക് 0.15% ഇടിവിൽ, HDFC ബാങ്ക് 0.87% നേട്ടത്തിൽ, ഡോക്ടർ റെഡ്ഡി 0.20% ഇടിവിലുമാണ് ക്ലോസ് ചെയ്തത്. ഇനി ക്രിപ്റ്റോ കറൻസിയിൽ ബിറ്റ്കോയിൻ ഉള്ളത് $1,50,000 $1,09,000 നിന്ന് പെട്ടെന്നുള്ള ഒരു ഇറക്കമാണ് ഇപ്പോൾ നമുക്ക് ബിറ്റ്കോയിനിൽ കാണാൻ കഴിയുന്നത്. ഗോൾഡ് പ്രൈസുകൾ 0.7% ഇടിവാണ് വെള്ളിയാഴ്ച ഉണ്ടാക്കിയത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 71,360 രൂപയാണ്. ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ പറഞ്ഞു പോയത്. മറ്റു വാർത്തകൾ നമ്മൾ മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റ് മുതൽ പറയുന്നുണ്ട്. ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലോ നമ്മുടെ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകളിലോ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുകളിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. വിൽപ്പനയും വേതന നിയന്ത്രണവും ദുർബലമായതിനാൽ ഇന്ത്യൻ കമ്പനികൾ 4 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ ലാഭ വളർച്ചയാണ് 2025 രേഖപ്പെടുത്തിയത് എന്നൊരു റിപ്പോർട്ട് വരുന്നു. ചെലവ് ചുരുക്കൽ ശ്രമങ്ങൾക്കിടയിലും ഇന്ത്യ ഇൻകോർപ്പറേറ്റഡിന്റെ പ്രവർത്തന ലാഭം ഫിനാൻഷ്യൽ ഇയർ 2025 വെറും 9.9% മാത്രമാണ് വളർന്നത്. 4 വർഷത്തിനിടയിലെ ഏറ്റവും മന്ദഗതിയിലുള്ള വളർച്ച കൂടിയാണ്. ഫിനാൻഷ്യൽ ഇയർ 2025 അറ്റ വിൽപ്പന 6.2% മാത്രം വർദ്ധിച്ചു. ജീവനക്കാരുടെ ചെലവുകൾ വെറും 7% മാത്രമാണ് വർദ്ധിച്ചത്. 4 വർഷത്തിനിടയിലെ ഏറ്റവും ചെറിയ വർധനവ് മാത്രമാണിത്. IT മേഖല ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. IT മേഖലയിലെ നിയമനം മന്ദഗതിയിലായതിനാൽ പല വലിയ കമ്പനികളും ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുന്നു. ഇതുകൂടാതെ ബാങ്കുകളെയും ധനകാര്യ സ്ഥാപനങ്ങളെയും ഒഴിവാക്കുകയാണെങ്കിൽ ടോപ്പ് ലൈൻ വളർച്ച വെറും 4.9% മാത്രമായിരിക്കും. ഏതായാലും ഇത് നെഗറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയായിരുന്നു. മറ്റൊരു വാർത്തയുള്ളത്, മെയ് മാസത്തെ ഓട്ടോ സെയിൽസ് ഡാറ്റ ഇന്നലെ പുറത്തു വന്നിരുന്നു. മെയ് മാസത്തിൽ ഫ്ലാറ്റായ രീതിയിലുള്ള ഒരു വളർച്ച മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. പാസഞ്ചർ വാഹന മൊത്ത വ്യാപാര വിൽപ്പന കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 0.1% മാത്രമാണ് വളർച്ച രേഖപ്പെടുത്തിയത്. 3,52,000 യൂണിറ്റിലെത്തി. റീറ്റെയിൽ വിൽപ്പന വർഷം തോറും 1% ഇടിവാണ് ഉണ്ടാക്കിയത്. ഏറ്റവും മുന്നിലുള്ള കമ്പനി മഹീന്ദ്ര തന്നെയാണ്. യൂട്ടിലിറ്റി വാഹന വിൽപ്പന 21% വർദ്ധിച്ച് 52,431 യൂണിറ്റിലെത്തി. ട്രാക്ടർ വിൽപ്പനയിലും വർധനവ് തന്നെയാണ്. 38,914 യൂണിറ്റിലാണുള്ളത്. ടാറ്റ മോട്ടോഴ്സിന്റെ ആഭ്യന്തര വിൽപ്പനയിൽ 11% കുറവ് ഉണ്ടായിരിക്കുന്നു. EV 2 വീലർ സെഗ്മെന്റിൽ TVS മോട്ടോഴ്സ് ആണ് മുന്നിലുള്ളത്. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ആദ്യം വോഡാഫോൺ ഐഡിയ. വോഡാഫോൺ ഐഡിയ വെള്ളിയാഴ്ചയാണ് അവരുടെ Q4 റിസൾട്ടുകൾ പുറത്തുവിട്ടത്. നെറ്റ് ലോസ് കുറഞ്ഞിട്ടുണ്ട്. 7,166.1 കോടി രൂപയിലാണ് ഇപ്പോൾ ലോസ് ഉള്ളത്. അടുത്തത് അപ്പോളോ ഹോസ്പിറ്റൽസ് എന്ന കമ്പനിയാണ്.
നെറ്റ് പ്രോഫിറ്റിൽ 59.3% വർധനവാണ് കമ്പനി രേഖപ്പെടുത്തിയത്. 411.5 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 13.1% വർധനവ് കമ്പനി രേഖപ്പെടുത്തി. 5592.2 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. എബിറ്റഡയിൽ 20% വർധനവും ഓപ്പറേറ്റിംഗ് മാർജിനിൽ 13.76% വർധനവും കമ്പനി രേഖപ്പെടുത്തി. മറ്റൊരു കമ്പനി നൈക്കയാണ്. നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയത് 20.3 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ വെറും 7 കോടി രൂപ മാത്രമാണ് കമ്പനിയുടെ ലാഭമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. റവന്യൂവിൽ 23.6% വർധനവ് രേഖപ്പെടുത്തി. 2061.8 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. എബിറ്റഡയിൽ 43% വർധനവുമാണ് കമ്പനി രേഖപ്പെടുത്തിയത്. അടുത്തത് സ്പന്ദന സ്പോർട്ടി ഫിനാൻഷ്യൽസ് എന്ന കമ്പനിയാണ്. കമ്പനി ഇത്തവണ 434.3 കോടി രൂപ നഷ്ടമാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 128.6 കോടി രൂപ ലാഭത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 38% ഇടിവും നേരിട്ടു. അടുത്തത് പൂർവാങ്കര എന്ന കമ്പനിയാണ്. കമ്പനി 88 കോടി രൂപയാണ് ഇപ്പോൾ നെറ്റ് ലോസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 6.7 കോടി രൂപ മാത്രമായിരുന്നു കമ്പനിയുടെ നഷ്ടമായിട്ടുണ്ടായിരുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 41% ഇടിവും രേഖപ്പെടുത്തി. 541.6 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്ത് ആസ്ട്രാസെനിക്ക ഫാർമ എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 47.7% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. 58.2 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 39.4 കോടി രൂപയായിരുന്നു കമ്പനിയുടെ ലാഭമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. അടുത്ത് IRB ഇൻഫ്ര എന്ന കമ്പനിയാണ്. 3 ഹൈവേ പ്രൊജക്റ്റുകൾ IRB ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിലേക്ക് ഏകദേശം 8,450 കോടി മൂല്യത്തിന് മാറ്റാൻ IRB ഇൻഫ്രാസ്ട്രക്ചർ ട്രസ്റ്റ് ധാരണയിലായതായി കമ്പനി അറിയിച്ചു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് മണപ്പുറം ഫിനാൻസ് മാത്രമാണ്. മറ്റൊരു മുഖ്യമായിട്ടുള്ള കാര്യം കൂടിയുള്ളത്, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക് മുതൽ പഠിച്ചു പോകാൻ കഴിയുന്ന ആ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് കോഴ്സ് അതിന്റെ 2ാമത്തെ ബാച്ച് ഓൺലൈൻ ബാച്ച് ഇന്ന് മുതലാണ് ആരംഭിക്കുന്നത്. 3000 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. വീക്ക്ലി 2 മുതൽ 3 ക്ലാസ്സുകൾ വരെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ച്, ഫണ്ടമെന്റൽ അനാലിസിസിനെ കുറിച്ച്, ടെക്നിക്കൽ അനാലിസിസിനെ കുറിച്ച്, ട്രേഡിംഗ് സൈക്കോളജിയെക്കുറിച്ച്, ടെക്നിക്കൽ അനാലിസിസിൽ നമ്മൾ ഉപയോഗിക്കേണ്ട വിവിധതരം ടൂൾസുകളെക്കുറിച്ച്, ട്രേഡിംഗ് വ്യൂ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഈ ക്ലാസ്സുകളിൽ പറഞ്ഞു പോകുന്നുണ്ട്. കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിലെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച്, കൂടാതെ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും മുകളിലെ വാട്സപ്പ് നമ്പറിൽ തന്നെ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്തതായി FI ഡീആക്ടിവിറ്റിയിലേക്കാണ്. FIs 6,450 കോടി രൂപയ്ക്കാണ് വെള്ളിയാഴ്ച സെല്ല് ചെയ്തത്. DIs ആവട്ടെ 9,096 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. നമ്മൾ പറഞ്ഞതുപോലെ FIs സമീപ ദിവസങ്ങളിലായിട്ട് വളരെ നല്ല ബൈയിങ്ങിൽ തന്നെയാണ്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകളിലേക്കാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.6% ഇടിവിൽ, ഹോങ്കോങ് മാർക്കറ്റ് 2% ഇടിവിൽ, കോസ്പി മാർക്കറ്റ് 0.26% നേട്ടത്തിൽ. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 24,847 എന്ന നിലയിൽ 10 പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മാർക്കറ്റിൽ, അതായത് നിഫ്റ്റിയിൽ ഇന്ന് ഏകദേശം ഓപ്പൺ ചെയ്യാൻ സാധ്യതയുള്ളത് 20 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് സാധ്യതയുണ്ട്. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. നിഫ്റ്റി 24,750 83 പോയിന്റ്സ് ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഡബിൾ ടോപ്പ് ഫോം ആയിട്ടുണ്ട്. അതിൻ്റെ നെക്ക് പോയിന്റ് എന്ന് പറയുന്നത് 24,450 മെയ് 22 തീയതിയിലെ ലോ ആയിട്ടുള്ള ലെവൽ കൂടിയാണിത്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് 24,000 എന്ന വളരെ പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ ലെവൽ തന്നെയാണ്. അതിനുശേഷം നമ്മുടെ സോൺ ആയിട്ടുള്ള 23,800 ആ ഒരു സോൺ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ അപ്സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 25,000 മുതൽ 25,100 വരെയുള്ള സോണാണ്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ 25,200 250 വരെയൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് 25,100 മുകളിലായിട്ട് നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 26,000, അതിനുശേഷം 25,000 സ്ട്രൈക്ക്, അതിനുശേഷം 24,800 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000, അതിനുശേഷം 24,400 സ്ട്രൈക്ക്, അതിനുശേഷം 24,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,800, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,500. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 24,750 63% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്, കോൾ സൈഡിൽ 131% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 24,700 സ്ട്രൈക്കിൽ 51% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ, കോൾ സൈഡിൽ 66% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. 24,800 സ്ട്രൈക്കിൽ 33% വർധനവ്
പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്, കോൾ സൈഡിൽ 84% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സാണ് നല്ല ശക്തിയോടെ നിൽക്കുന്നത് എന്ന് തന്നെയാണ് കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 55,749 203 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അപ്സൈഡിൽ 56,000 മുതൽ 56,500 വരെയുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ഏരിയ തന്നെയാണ്. ഈ ഒരു സോണിന് മുകളിലായിട്ടും ഓൾ ടൈം ഹൈക്ക് മുകളിലായിട്ടും ഒരു കംഫർട്ടബിൾ ക്ലോസിംഗ് ബാങ്ക് നിഫ്റ്റിക്ക് വെക്കാൻ സാധിക്കണം. ഏതായാലും ഇപ്പോൾ കാര്യങ്ങൾ ഒരു സൈഡ് വൈസിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ നോക്കുകയാണെങ്കിൽ 56,000 ഒരു റെസിസ്റ്റൻസ് ആവാനുള്ള സാധ്യതയും സപ്പോർട്ട് ആവാനുള്ള സാധ്യത 55,000-നുമാണ്. ഇനി മറ്റൊരു കാര്യമുള്ളത്, ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിലെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. രാവിലെ 9 മണി മുതൽ 3:30 വരെ നമ്മളെ എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലാണ് നൽകാറുള്ളത്. ഈ ടെലഗ്രാം ചാനലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നൽകാറുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇവിടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ടെലഗ്രാമിൽ വരുന്ന എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നൽകുന്നത് കൊണ്ട് തന്നെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ അറിയാവുന്നതാണ്. ഇനി മറ്റൊരു കാര്യമുള്ളത്, ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. അതുവഴി ജോയിൻ ചെയ്യാം. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ് അതിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.